உங்க கைராசியில கொடுக்கிற இந்த 5 ரூபா போதும் எங்களுக்கு. ஐயா கையால காசு வாங்குறதே பெரிய பாக்கியம். எல்லாம் அந்த பெருமாளின் அருள். வாங்க ஐயா, அந்த ஆளுக்கு வந்து. அப்படியா? ஆமா. ஐயா, நம்ம தமிழ்நாடு பூங்கரும்பு ஸ்வீட்டு ரொம்ப அதிகமா இருக்குமே. ஐயாவுக்கும் எனக்கும் ஒபிஷியல் மேட்டர். നീ എന്റെ മകനിട്ട് ബോംബ് വെച്ചു അല്ലടാ? എടാ പെരുമാളെ, നിന്റെ തമിഴ്നാട് പൂങ്കരിമ്പിനേക്കാൾ മധുരമുള്ളതാടാ എന്റെ മലയാളത്തിന്റെ നാടൻ അടി. ഇനി നിന്റെ വലതുകാലെന്റെ മണ്ണിൽ കുത്തിയാൽ നിന്റെ ശവം കൊണ്ടുപോകാൻ ഇതുകൂടെ കൊണ്ടുപോലെ. അച്ചാമ്മ ഉറങ്ങിയത് മതി, ഇറങ്ങ്. ആലീസ്, അന്നമ്മ, ആനി, ആൻസി, അൽഫോൺസ്, ബാബകളെ. മുറിച്ചടിക്ക് മോനെ ഇക്കട അലുവ. തക്കാളി കളയണ പോങ്ങ. നല്ല ഒന്നാം തരം അണ്ടിപ്പരിപ്പിടാത്ത അലുവ ഇരിക്കപ്പോഴാ. മുറിച്ചെടുക്കും മോളെ. പടച്ചോനെ, ഓനൊന്ന് ചിരിച്ചു കണ്ടല്ല. ഇനി ഇക്കാക്ക് മയ്യത്തായാലും വേണ്ടൂല. ചാമേച്ചി, ഇതൊക്കെ അവന്റെ ഒരു പടക്ക. പിന്നെ ചിരിച്ചോ ചിരിച്ചോ, ഇന്ന് 5 ഏക്കർ ആഞ്ഞിലിമൂട് കിട്ടുകയല്ലേ, നമുക്കോ ഇല്ല. ചുമ്മാ ഏച്ചേച്ചും പോടാ. എന്തുവാടേ ചൂട് പുള്ളി. ഉണ്ണേട്ടാ, ഈറ്റാമേച്ചി. കുഞ്ഞിപ്പാപ്പയുടെ ഈറ്റാമേച്ചിക്ക് തരാൻ പറഞ്ഞു.
ഞങ്ങളെ കൊടുത്തു വിട്ടിരിക്കണതേ. വിളിച്ചു വരുത്തിയിട്ട് ഞങ്ങളോടത് വേണമായിരുന്നു ഉണ്ണേട്ടാ. ഇത് മോശമായി പോയി. എന്റെ അമ്മയ്ക്ക് മണ്ണുണ്ട കൊടുക്കാൻ താൻ കൂടെ കൂട്ടുന്നല്ലേ? ഇളക്കത്ര നേരം നീട്ടുന്ന തണ്ടി വരലില്ലേ? അത് കൊത്തി വേണ്ട ഞാൻ കാരണം എന്റെ ഉണ്ണിയമ്മയുടെ തളർത്തി ചോര വീഴുന്നു. വേണ്ട പാത്ത, വേണ്ട വേണ്ട. ഇവനെ കൊല്ലാൻ വണ്ടിക്ക് ബോംബ് വെച്ച പമ്മയുടെ മോനെ മമാലിക്ക വേണ്ട. ഹോ, ചില്ലും കൂട്ടി കയറ്റി വെക്കേണ്ട പ്രതിഭാസാടാ നിന്റെ തന്ത. ഈ ചാമച്ചയ്ക്ക് മണ്ണുണ്ടാണെങ്കിൽ എന്റെ ജോജോ വാച്ചിടക്ക് ഏറുപടക്കായിരിക്കും. ഉണ്ണിയമ്മ എനിക്കും ഉണ്ടടാ കസേര, കുറച്ച് ചെറുതായി പോയെന്നേ ഉള്ളൂ. നെറിവിന്റെ ആദ്യത്തെ അക്ഷരം അറിയാത്തവനെ, നീ ശ്വസിച്ച ശ്വാസത്തിന്റെ മുൻപിൽ പോലും ഇനി ഉണ്ണി നിൽക്കില്ല. സൂര്യനാട്ട് ഇട്ടിയവര മകൻ സൂര്യനാട്ട് കുഞ്ഞും ചെലമ്പിക്കുന്നൽ പാലോളി മഠം ശങ്കുണ്ണി വൈദ്യൻ മകൻ ഉണ്ണി വാരിയരും തമ്മിൽ ആജീവനാന്തം ഇന്ന് ഇവിടെ വെച്ച് പിരിയുന്നു. വക്കീൽ സാക്ഷി. ഏതാണ്ട് 56 ഓണം ഒരുമിച്ച് ഒരേ ഇലയിലുണ്ട് നമുക്ക്. ഇനിയൊരു ഓണം ഒരുമിച്ചില്ല. നിന്റെ വീട്ടിൽ ഇനിയൊരു പെസഹ അപ്പത്തിന് ഈ ഉണ്ണി വരില്ല. ഞാൻ മരിച്ചാൽ നീ എന്റെ വീട്ടിൽ കണ്ണോക്കിന് വരികയോ ഞാൻ ആഗ്രഹിച്ചതുപോലെ വായ്ക്കലിടുകയോ ചെയ്യരുത്. ആദ്യം നീയാണ് മരിക്കുന്നതെങ്കിൽ നിന്റെ കുഴിയിൽ എന്റെ കൈകൊണ്ട് ഒരു മൺതരി വീഴില്ല. ഒരു കണക്ക് കൂടി ബാക്കിയുണ്ട്. കഴിഞ്ഞുപോയ എന്റെ ഷഷ്ടിപൂർത്തിക്ക് നീ തന്ന തങ്കത്തിൽ തീർത്ത രുദ്രാക്ഷം തിരിച്ചേൽപ്പിക്കുന്നു. വെൽഡൻ ഉണ്ണിയമ്മ, വെൽഡൻ. കാശിനുമേൽ പൊരുന്നയിരിക്കും വൃദ്ധൻ. ടർക്കി കോഴി കണ്ടാലും കണ്ടില്ലെന്ന് നടിക്കും ഈ കുരുടൻ ധൃതരാഷ്ട്രൻ. നീ പറഞ്ഞതൊക്കെ വരവച്ചിരിക്കുന്നുണ്ടേ. പോടാ. ആ എടാ അമ്പുവേ, 5 ഏക്കർ മണ്ണിന് അവള് കൽപ്പിച്ച വില എന്റെ മകന്റെ ജീവനാടാ. ആ അവക്ക് കുഞ്ഞിട്ട വില 3 മക്കളെ അവളെയും കൂട്ടി 4 മണ്ണുണ്ടേടാ. ആ പാണ്ഡിയുടെ പുറകെ കുഞ്ഞിപ്പാപ്പ ആർക്ക് വേണ്ടിയാ പോയെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അതെന്റെ മകൻ ഇപ്പൊ മനസ്സിലാവില്ല. അത് മനസ്സിലാവണമെങ്കിൽ നീ ഒരപ്പനാവണം. അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരപ്പനാവണമെന്നില്ല. ഒരുമിച്ച് വളർന്ന മാത്രം എന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്നറിഞ്ഞപ്പോ ഞാനൊന്ന് വേദനിച്ചു, അത്രേ ഉള്ളൂ. പക്ഷെ അപ്പൻ ഈ ചാമ്മച്ചിക്ക് മണ്ണുണ്ട കൊടുത്ത് വിട്ടത് കണ്ടപ്പോ ചങ്കില് പിച്ചാത്തി പിടി വരെ ഇറങ്ങി. അപ്പൻ എന്റെ കോലം കെട്ടി കുഴിച്ചിട്ടപ്പോഴും അന്ന് ആ കുഴി തള്ളിയിട്ടപ്പോഴും നഷ്ടപ്പെടുത്തി എനിക്ക് തന്ന മണ്ണിനെ ഓർത്തുള്ള എന്റെ മനസ്സിന്റെ വിങ്ങല് അപ്പം കണ്ടിട്ടില്ല. ഈ ചാമ്മച്ചിക്ക് അപ്പൂപ്പൻ കൊടുത്ത ഭൂമി അപ്പൻ തിരുത്തെഴുതിയില്ലേ? ഇന്ന് ഉണ്ണിയമ്മയെടുത്ത് സത്യം അറിഞ്ഞപ്പോ ഞാൻ എന്റെ പെങ്ങളോടൊരു തീരുമാനം എടുത്തു. എന്നെ ആട്ടുകല്ലയിൽ അരച്ചാണേലും ഞാൻ അവളുടെ കല്യാണം നടത്തുന്നു. മിണ്ടാതെ ചെയ്യടാ. എന്റെ എല്ലുപൊടിക്ക് അപ്പന്റെ മണ്ണിനേക്കാൾ വിലയുണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ. പോടാ. ഒടുക്കത്തെ കനവാണല്ലോടാ ഈ പെട്ടിക്ക്. ഓക്കുമരത്തിന്റെ ഇറ്റാലിയൻ പെട്ടിയാ. ഇറ്റാലിയൻ പെട്ടി ആദ്യമായിട്ടാ തോമായുടെ കളത്തിൽ ഇറങ്ങുന്നത്. ഇതുമേ ഞാനൊരു 15 ഒപ്പിക്കും. അപ്പൊ 50ആയി. സൂസി മോക്കുള്ള എന്റെ വകയായി. തോമച്ചായ, ഇറ്റാലിയൻ പെട്ടിക്കകത്ത് ഫോൺ അടിക്കുന്നു. പെട്ടിക്കകത്തൊന്ന് ഫോൺ ബെല്ലടിക്കുന്നു. ചത്തവൻ ബില്ലടച്ചിട്ടുണ്ടാവില്ല. നീ തുറക്കടാ.
കൊച്ചച്ഛനോ ചത്തായിരുന്നോ? താൻ പിണ്ടിപ്പെരുന്നാളിലെ കുഴിവെട്ടുകാരൻ റമ്മൂപ്പി കൊടുത്ത അന്ന് പോലെ നോക്കി കിടക്ക. ഇങ്ങനെ പെട്ടി കയറി വരണമായിരുന്നു ദുഷിഷ്ട. ഇടവക്കാരെ മുഴുവൻ ഞാൻ വിളിച്ചു വരുത്തിണ്ടാ തോമേ. എവിടെ വാ, നരകമാണോ പാതാളമാണോ? കർത്താവേ, പെട്ടി നിർത്തി.